കർണാടക വനത്തിൽ നിന്നും എത്തിയ കാട്ടാനക്കൂട്ടം അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കച്ചേരിക്കടവ് മുടിക്കയം ഭാഗങ്ങളിൽ കൃഷിനാശം വരുത്തി. ബാരാപ്പോൾ പുഴയോരത്തെ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടമെത്തിയത്. 15ലധികം കാട്ടാനകളാണ് മേഖലയിൽ വൻ കൃഷിനാശം വിതച്ചത്. ബിജു നരിമറ്റത്തിന്റെ വീട്ടുപറമ്പിലെ 100ഓളം കവുങ്ങ് ആനക്കൂട്ടം പിഴുതിട്ടു. 2 വർഷം മുതൽ 5 വർഷം പ്രായമുള്ള കവുങ്ങുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. ജോർജ് പുതുപ്പറമ്പിൽ, പുളിക്കൽ അബ്രഹാം, പ്രിൻസി വെട്ടിക്കാട്ടിൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലും കൃഷിനാശം വരുത്തി. തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവയാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ആക്കൂട്ടത്ത് 15ഓളം കാട്ടാനകൾ റോഡ് മുറിച്ച് കടന്ന് വനമേഖലയിലേക്ക് പ്രവേശിച്ചിരുന്നു. എന്നാൽ ഈ ആനകളാണ് തിരിച്ച് ബാരാപ്പോൾ പുഴ കടന്ന് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. മേഖലയിൽ ആനപ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. കർണാടകയുടെ ബ്രഹ്മഗിരി വനമേഖലയിൽ നിന്നും കാട്ടാനകൾ നേരെ പുഴ കടന്ന് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ മുടിക്കയം, പാലത്തുംകടവ്, കച്ചേരിക്കടവ്, ബാരാപ്പുഴ ഭാഗങ്ങളിൽ എത്തുകയാണ്. കാട്ടാന ശല്യം കാരണം രാത്രി പുറത്തിറങ്ങാൻ പോലും ആളുകൾക്ക് ഭയമാണ്. ആർളം ഫാമിൽ നിന്നും തുരത്തിയ കാട്ടാനകൾ ഉൾപ്പെടെ ഇപ്പോൾ കച്ചേരിക്കടവ്, പാലത്തുംകടവ് മേഖലയിലെ മലമുകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും 22ഓളം കാട്ടാനകൾ ഇപ്പോഴും ഈ മേഖലയിൽ ഉണ്ടെന്നും കർഷകർ പറഞ്ഞു. കാട്ടാനയെ പേടിച്ച് ഈ മേഖലയിലെ ഭൂമി പലരും ഉപേക്ഷിച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. വനംവകുപ്പ് അധികൃതർ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ഉൾപ്പെടെ നടത്തുവാൻ തീരുമാനിച്ചതായി വാർഡ് മെമ്പർ വിജോയ് പ്ലാത്തോട്ടം പറഞ്ഞു. കച്ചേരിക്കടവ്, പാലത്തുംകടവ് വാർഡുകളിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത രീതിയിലാണ് കാട്ടാനയുടെ ശല്യം. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തായിട്ടാണ് ഒരു കാട്ടാന ചെരിഞ്ഞത്. അതുപോലെ തന്നെ പാറയ്ക്കാമല പ്രദേശത്ത് 24 ആനയായ ഒരു ദിവസം കണ്ടവരുണ്ട്. ആർള ഫാമിൽ നിന്ന് ഓടിച്ച ആനകളാണ് ഈ പാറയ്ക്കാമല പ്രദേശത്ത് വന്ന് കച്ചേരിക്കടവിലെ 1ഉം 2ഉം വാർഡുകളിലേക്ക് ഇറങ്ങി വന്ന് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. അതേസമയം മാക്കൂട്ടത്തുനിന്ന് വരുന്ന ആനകൾ ഇന്നലെ കച്ചേരിക്കടവിലെ നരിമറ്റത്തിൽ ബിജു, വെട്ടിക്കാട്ടിൽ റിൻസി, പുതുപ്പറമ്പിൽ ജോർജ് എന്നിവരുടെ പറമ്പുകളിൽ വന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 2ഉം 3ഉം വർഷം പ്രായമായ കവുങ്ങൻ തൈകൾ, അതുപോലെ തന്നെ കൊടി, വാഴ, പൈനാപ്പിൾ തുടങ്ങിയ കൃഷികൾ പൂർണ്ണമായി നശിപ്പിച്ചു. സാധാരണഗതിയിൽ കവുങ്ങ് 1-2 കവുങ്ങ് ഒടിച്ചു പോവുകയായിരുന്നു സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ആനകൾ. ഇത് 100ലധികം കവുങ്ങൻ തൈകൾ പിഴുത് തിന്നുന്നൊരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. കാട്ടാന കൂട്ടമാണ് കൃഷിയിടത്തിൽ ഇറങ്ങുന്നത്. വൈകുന്നേരമാകുന്നതോടുകൂടി കൃഷിഭൂമിയിലേക്ക് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും കൃഷിവകുപ്പും ഒക്കെ ഫെൻസിങ് പാസ്സായിട്ടുണ്ട്, ഉടനടി ഫെൻസിങ്ങിന്റെ പണി നടക്കും, ടെൻഡർ നടപടികളിലേക്ക് പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് അടിയന്തരമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. കർഷകർക്ക് ആവശ്യമായ നഷ്ടം കിട്ടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഉള്ളതിനാൽ കശുവണ്ടി പെറുക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് താൻ രക്ഷപ്പെട്ടത് എന്നും പ്രദേശവാസി ബിജു പല്ലോട്ടുകുന്നിൽ പറഞ്ഞു. ആനശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഇന്നലെ ഞാൻ അണ്ടി പറക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ പറക്കുന്നതിൻ്റെ കോട കാരണം നമുക്ക് കാണത്തില്ലായിരുന്നു. ഒരു 100 മീറ്റർ 100-200 മീറ്റർ അപ്പുറം ആന ഓടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ 2 പടക്കം പൊടിച്ചു. അന്നേരത്തേന് പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ട് 2 പടക്കം പൊടിച്ചിട്ട് അവരിറങ്ങി അങ്ങ് പോയി. അവർ അങ്ങ് കാട്ടിലേക്കൊന്നും പോയില്ല. അവർ കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് ഇന്ന് രാവിലെ വന്നതാണല്ലോ ആന എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങി പോയി. ആ നമ്മുടെ ഒരു ഓലിയുണ്ട്, ഓലിയുടെ അവിടെ നിന്ന് പൈപ്പ് മുഴുവൻ കുത്തി കീറി നാശമാക്കി ആന കളഞ്ഞു. എല്ലാ ദിവസവും ഈ PVC പൈപ്പ് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പൈസ മുടക്കാൻ മാത്രമേ ഞങ്ങൾക്ക് നേരമുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്കൊരു ഇതുമില്ല. ഫുൾ ടൈം ആനയുടെ കളിയാണ്. ആ മലയ്ക്ക് കയറി കഴിഞ്ഞാൽ അറിയാം, എല്ലാവരുടെയും കശുവണ്ടിത്തോട്ടം മുഴുവൻ ആന നടന്ന് 1 ഇഞ്ച് നടക്കാത്ത സ്ഥലമില്ല. മൊത്തം സ്ഥലത്തൂടെ നടന്ന് ഞങ്ങളുടെ ആകെ കൃഷി മുഴുവൻ നശിപ്പിച്ചേക്കുവാണ്. കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച സ്ഥലം വനംവകുപ്പ് സംഘം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.